എന്തൊക്കെയാണ് അതിൻ്റെ സാലറി, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, എങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ്, ഇതെല്ലാ കാറ്റഗറിയും ചേർത്തിട്ടാണ് SC ST OBC ജനറൽ കാറ്റഗറി എല്ലാം ചേർത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചിട്ടും ഓരോ പേപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ 5 സെക്ഷൻ. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വിനീത. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഫെബ്രുവരി നമ്മൾ കഴിയാറായില്ലേ. അപ്പോൾ ഫെബ്രുവരി എൻഡിങ്ങിലാണ്. അപ്പോൾ ജാനുവരി തൊട്ട് നോക്കുകയാണെങ്കിൽ 2024 തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഫെബ്രുവരിയിലും നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൻറ്റീസ് എന്ന പോസ്റ്റിലോട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. ആദ്യമേ പറയട്ടെ, ഇതൊരു കോൺട്രാക്റ്റ് ജോബാണ്. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിലോട്ട് നമ്മൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കൊടുത്തിട്ട് ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥാപനമായിട്ടോ, അതായത് നമ്മുടെ ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയായിട്ടോ ആ ഒരു ബന്ധവും ഉണ്ടാവില്ല. എംപ്ലോയി എന്ന ബന്ധം ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. സോ കോൺട്രാക്റ്റ് ജോബാണ്. സോ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ സാലറി, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, എങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ. സോ അതിനു മുമ്പ് നിങ്ങൾ ബാങ്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എൻട്രിയുടെ ഗോൾഡ് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 ലെവലായിട്ടാണ് നമ്മുടെ കോഴ്സസ് വരുന്നത്. സിലബസ് കവറിങ് ഉണ്ടാവും. ഏതൊക്കെ പോർഷനിലാണ് നിങ്ങൾ വീക്കായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന പോർഷൻസ് ഏതൊക്കെയാണ്, അതിപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിൽ ഒന്നുകൂടി നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാവും. സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള ക്ലാസ്സസ്, അതുപോലെ തന്നെ അക്യുറസി ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള ക്ലാസ്സസ്, പിന്നെ പ്രിലിംസ് കൂടാതെ മെയിൻസ് ലെവലുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ്. ഇനിയിപ്പോൾ നിങ്ങൾ മെയിൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ നമ്മൾ SBI PO IBPS POനൊക്കെ ഇൻ്റർവ്യൂ ഉണ്ട്. SBI POനാണെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനും കൂടിയുണ്ട്. സോ ഇതിനുള്ള കോച്ചിങ്, ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു പാക്കാണ് ഈ നമ്മുടെ എൻട്രിയുടെ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത്. സോ ഇൻഷുറൻസ് എക്സാമിനും നമുക്ക് ഈ ഒരു ബാങ്ക് എക്സാമിനും എല്ലാത്തിനും യൂസ്ഫുൾ ആയിരിക്കും. സോ 2024 ഇപ്പം തന്നെ നമുക്ക് ഈ ഇൻഷുറൻസ് എക്സാമിൻ്റെ ഒരുപാട് വന്നു അല്ലേ. NICL വന്നു, UIC വന്നു, ഓക്കെ, മറ്റേ IDBയുടെ PGDBF കോഴ്സ് വന്നു, പല പ്രൈവറ്റ് ബാങ്കുകളും വിളിച്ചു. ഇനി 2024 ഇനി എക്സാമുകൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മുടെ മെയിൻ ആയിട്ടുള്ള RRB, IBPS, SBI, ഇനി LIC വരാൻ പോകുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള മെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ വാക്കൻസി കൂടുതലായിരിക്കും, സാലറി നല്ലതുപോലെ ഉണ്ട്. സോ അതുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള എക്സാം എന്ന് പറഞ്ഞത് കേട്ടോ. സോ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഈ കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു നമ്പർ കാണാം, അല്ലെങ്കിൽ സ്ക്രോളിൽ കാണുന്ന നമ്പറിലോട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. കോഴ്സിനെ കുറിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരും. നിങ്ങൾ ഏത് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, ആവറേജ് ആണോ, ബേസിക്സ് അറിയാത്തവരാണോ, സോ അതിനനുസരിച്ചുള്ള കോഴ്സ് അവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. കോഴ്സിൻ്റെ ഫീസും കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ കയ്യിൽ സമയമില്ല. 2024 എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പോൾ പ്രിലിംസ് ഓഗസ്റ്റിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. സോ അതിന് മുന്നേ നമുക്ക് ബേസിക്സും സ്പീഡും ആക്യുറസിയും ഒക്കെ കൊണ്ടുവരണം. സോ എല്ലാവരും ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൻറ്റീസ് എന്ന ജോബ്, ആ ഒരു പോസ്റ്റിലോട്ടാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 3000 വാക്കൻസിയാണ് ഓൾ ഓവർ ദ ഇന്ത്യ. കുറേ സോണുകളിലായിട്ടാണ് കേട്ടോ വാക്കൻസി ഉള്ളത്. സോ എല്ലാ സോണുകളും ചേർത്തിട്ടാണ് 3000 എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ പറ്റും, ഞാൻ കർണാടക, കേരളം മാത്രമേ എടുത്തിട്ടുള്ളൂ. കേരളത്തിൽ തന്നെയാണ് ഈ ചെന്നൈ എന്ന സോണും, ചെന്നൈ, കൊച്ചി, തിരുവനന്തപുരം, ഇത് 3 ചേർത്തിട്ടാണ് കേരള എന്ന സോണിൽ വന്നിരിക്കുന്നത്. കർണാടകയിൽ ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഹുബ്ലി, ആ ഒരു 3 സ്ഥലത്തിലാണുള്ളത്. സോ ഇവർ 110 വാക്കൻസിയാണ് കർണാടക സോണിലുള്ളത്. കേരളം സോണിൽ 87 വാക്കൻസിയാണ് ഉള്ളത്. സോ ഇത് എല്ലാ കാറ്റഗറിയും ചേർത്തിട്ടാണ് കേട്ടോ. SC ST OBC ജനറൽ കാറ്റഗറി എല്ലാം ചേർത്തിട്ടാണ് ഈ ഒരു വാക്കൻസി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കാറ്റഗറി വൈസ് വാക്കൻസി എന്താണെന്ന് അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് വായിച്ച് നോക്കുക. നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് കാറ്റഗറി വൈസ് വാക്കൻസിയും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ നോട്ടിഫിക്കേഷൻ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് പിൻ ചെയ്തിട്ടുണ്ടാവും. അതൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആൻഡ് ക്വാളിഫിക്കേഷൻ എന്താണ്, അപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ ഏജിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതേപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്.
സോ ഏജിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവർ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 1496-നും 31/3/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഓക്കെ, ബോൺ ബിറ്റ്വീൻ എന്ന് പറയുന്ന ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതായത് 2004 പറയുമ്പോൾ ഇപ്പോൾ 20 വയസ്സല്ലേ, 20 മുതൽ 29 വയസ്സ് വരെ. യെസ്, 20 മുതൽ 29 അല്ല, 28 വയസ്സ് വരെ. 96 അല്ലേ, അപ്പോൾ 28 വയസ്സ് വരെ ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം ആർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളത്. ആൻഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനി ഡിഗ്രിയാണ്. നിങ്ങൾക്ക് ആർട്സ്, സയൻസ്, കൊമേഴ്സ് ഏത് വേണമെങ്കിലും, ഏത് സ്ട്രീമിൽ വേണമെങ്കിലും പാസ്സായ സർട്ടിഫിക്കറ്റ് മാത്രം മതി. സോ സർട്ടിഫിക്കറ്റിൽ ഒരു കട്ട് ഓഫ് ഡേറ്റ് അവർ പറയുന്നുണ്ട് 31/3/2020 candidates should have completed and having passing certificate for their graduation after 31/3/2020. അതായത് 2020 ശേഷമുള്ള ഏതെങ്കിലും ഒരു ഡേറ്റിൽ 2020 3-ാം മാസം 31-ാം തീയതി അതിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു ഡേറ്റിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിലുള്ളത്. സോ നിങ്ങൾ 2020 പാസ് ഔട്ട് 3-ാം മാസം പറയുമ്പോൾ മാർച്ച് അല്ലേ, മാർച്ച് കഴിഞ്ഞിട്ടുള്ള ഏത് ഡേറ്റിൽ വേണമെങ്കിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരാം. പിന്നെ ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് മെഡിക്കലി ഫിറ്റ് ആവണമെന്നേ പറയുന്നുള്ളൂ. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അത് എല്ലാ ബാങ്കും എല്ലാ ഓർഗനൈസേഷനും പറയുന്നത് പോലെ തന്നെയാണ്. ആൻഡ് ഒരു ഡേറ്റും കൂടി നിങ്ങൾക്ക് പറയാനുണ്ട്. 21-ാം തീയതി മുതൽ, ഫെബ്രുവരി 21-ാം തീയതി മുതൽ മാർച്ച് 6-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അത് നോട്ട് ചെയ്യാം. മാർച്ച് 6-ാം തീയതി വരെയാണ്. ഇൻക്ലൂഡിങ് ഫീസാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഫീസ് അടച്ച് തീർക്കേണ്ട ഡേറ്റാണ് മാർച്ച് 6-ാം തീയതി. ആൻഡ് ഇനി എന്താണ്, എങ്ങനെയാണ് സെലക്ഷൻ നടക്കുക? ഏജ് റിലാക്സേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഏജ് റിലാക്സേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അത് ജനറൽ കാറ്റഗറിക്കാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക്, അതായത് SC ST OBC PWD കാൻഡിഡേറ്റ്സ്, 1984 റിയോട്സിൽ അഫക്റ്റ് ആയവർ, വിഡോസ്, ഡൈവേഴ്സ്ഡ് വുമൺ, ലീഗലി സെപ്പറേറ്റഡ് ഫ്രം ഹസ്ബൻഡ്, അതൊക്കെ ഹൂ ഈസ് നോട്ട് റീമാരിഡ്, അവർക്കൊക്കെ എന്തുണ്ട്, ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST ആണെങ്കിൽ 5 വർഷം, OBC നോൺ ക്രിമിലിയർ എന്ന സെക്ഷനിൽ പെടുന്നവർക്ക് മാത്രമാണ്. 3 വർഷം പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, 10 വർഷം ഇവർക്ക്, 5 വർഷം വിഡോസ് അവർക്ക് 35, ഏജ് കൺസെഷൻ അപ് ടു 35 years ഫോർ ദ ജനറൽ, 38 ഫോർ ദ OBC. അപ്പോൾ ജനറൽ കാറ്റഗറീസിലാണ് വിഡോസ് എങ്കിൽ 35 വയസ്സ് വരെയും, OBCക്ക് ആണെങ്കിൽ 38-ഉം SC STക്ക് ആണെങ്കിൽ 40 വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് നോക്കുക, ഏജ് റിലാക്സേഷൻ ഉണ്ടോയെന്ന് നോക്കുക. 28+ ആയവർ കേട്ടോ. ആൻഡ് നമുക്ക് സെലക്ഷൻ പ്രൊസീജിയറിലോട്ട് വരാം. സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്താ പറയുന്നത്? സെലക്ഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാം ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സിംഗിൾ എക്സാം ആണ്, ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് ആണ് നടക്കുന്നത്. ആൻഡ് ഓൺലൈൻ റിട്ടേൺ എക്സാമിന് ബാങ്ക് എക്സാമിനേക്കാളും ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ടോട്ടൽ 5 പാർട്ടാണ് വരിക. ഒരു എക്സാമിൽ 5 പാർട്ടായിട്ട്, അതായത് 5 സബ്ജക്റ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, എല്ലാതും നമുക്കറിയാലോ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാത്തിലും ഉണ്ട്. ഇംഗ്ലീഷ്, റീസണിങ്, ഓക്കെ, റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഒരു സെക്ഷനാണ്. അപ്പോൾ ഫസ്റ്റത്തെ സെക്ഷൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ, റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ, ഇതെല്ലാം ചേർത്ത് ഒരു സെക്ഷനാണ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ബേസിക് റീറ്റെയിൽ ലയബിലിറ്റി പ്രോഡക്ട്സ്, ഇത് മാർക്കറ്റിങ്ങിൻ്റെ ടേംസുകളാണ്. ബേസിക് റീറ്റെയിൽ അസറ്റ്സ് പ്രോഡക്ട്സ് മൂന്നാമത്തെ ടോപ്പിക്ക്. 4-മത്തെ ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്ട്സ്. 5 ബേസിക് ഇൻഷുറൻസ് പ്രോഡക്ട്സ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചിട്ടും ഓരോ പേപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ 5 സെക്ഷൻ, 5 പാർട്ടായിട്ടാണ് എക്സാം നടക്കുന്നത്. സെയിം കണ്ടിന്യൂസ്ലി ആയിരിക്കും കേട്ടോ, കണ്ടിന്യൂസ്ലി ആയിരിക്കും, പക്ഷെ 5 പാർട്ടുകളായിട്ടായിരിക്കും. പിന്നെ ലോക്കൽ ലാംഗ്വേജ് അറിയണമെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഏത് സോണിലോട്ടാണോ, ഏത് സ്റ്റേറ്റിലോട്ടാണോ നമ്മൾ, ഏത് സ്റ്റേറ്റിൽ നിന്നാണോ വരുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ്. ഇപ്പോൾ മലയാളമാണെങ്കിൽ നമ്മൾ മലയാളത്തിൻ്റെ മലയാളം എന്ന ഒരു സബ്ജക്റ്റ് എന്ന രീതിയിൽ നമ്മൾ സ്കൂൾ ലെവലോ +1 +2ലോ ഗ്രാജുവേഷനിലോ ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ, പ്രൊഫഷൻസി ഇല്ലെങ്കിൽ അവർ വേറെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനുള്ള പവർ അവർക്ക് ഉണ്ട്. സോ നിങ്ങൾക്കൊരു റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് വേണമെങ്കിൽ ഉണ്ടാവാം, നിങ്ങളുടെ സബ്ജക്റ്റ് സർട്ടിഫിക്കറ്റിൽ ഒരു ലാംഗ്വേജ്, ഒരു പേപ്പറായിട്ട് ഇല്ലെങ്കിൽ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവും കൂടിയുണ്ട്. സോ ഇൻ്റർവ്യൂ
ഇതിൽ പാസ്സായവർ ഇൻ്റർവ്യൂവും കൂടി അറ്റൻഡ് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ ഒരു പോസ്റ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഏജ് റിലാക്സേഷൻ നമ്മൾ പറഞ്ഞു. സാലറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കോൺട്രാക്റ്റ് ആണ് ജോലി എന്ന് പറയുന്നത്. അതായത് ഇവർ പറയുന്നത് 12 മന്ത്സ് കോൺട്രാക്റ്റ് ആണ്. അതായത് 1 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആണ് നമ്മൾ സൈൻ ചെയ്യേണ്ടത്. നമ്മൾ ഈ പോസ്റ്റിങ്ങിനോട് എക്സാമും ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ 1 ഇയർ കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം. ആ 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എംപ്ലോയി എന്നൊരു പൊസിഷൻ അവിടെ ഇല്ല. നിങ്ങൾക്ക് ആ ഒരു ബാങ്കിലോട്ട് ഒരു എംപ്ലോയി എന്നൊരു ബന്ധം അവിടെ ഇല്ല. അതോടെ കഴിഞ്ഞു. അപ്പോൾ ഈ 1 ഇയറിൽ നിങ്ങൾക്ക് മാസാമാസം കിട്ടുന്നത് 15,000 രൂപയാണ്. അപ്പോൾ ഏത് ബ്രാഞ്ച് ആണെങ്കിലും, റൂറൽ ആണെങ്കിലും അർബൻ ആണെങ്കിലും മെട്രോ ആണെങ്കിലും 15,000 രൂപയാണ് കിട്ടുന്നത്. ഈ 15,000 എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ബാങ്കുകളിൽ അത് കൂടാതെ അലവൻസ്, TA, DA എന്നൊക്കെ കുറേയൊക്കെ കിട്ടും. അപ്പോൾ അതൊന്നുമില്ല. ഒരു അലവൻസുകളോ ഇൻഷുറൻസുകളോ അങ്ങനെ ഈ ബാങ്കിൽ നിന്ന് കിട്ടാവുന്ന ഒരു ബെനിഫിറ്റുകളും ഇതിൽ കിട്ടത്തില്ല. അവരെടുത്ത് പറയുന്നുണ്ട് ഫിക്സഡ് ആയിട്ട് 15,000 രൂപ സാലറി, അത് 1 വർഷത്തേക്ക് 15,000 രൂപ എന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് എക്സാമിന് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ട്രെയിനിങ്ങിനും ഈ ഒരു സാലറി തന്നെ കിട്ടും. ട്രെയിനിങ്ങിനും അതിനൊന്നും വ്യത്യാസമില്ല, ഇതേ സാലറി തന്നെ കിട്ടും. സോ അപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 400 രൂപ, SC ST ആണെങ്കിൽ 600 രൂപ, ഇനി OBC ജനറൽ കാറ്റഗറി ആണെങ്കിൽ 800 രൂപ. 800 രൂപ കൂടാതെ എല്ലാത്തിലും പ്ലസ് GSTയും കൂടി ഉണ്ട്. സോ മാർച്ച് 6 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അവരുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാർച്ച് 6 വരെയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലിക്കേഷൻ ചെയ്യുന്നത് സാധാരണ നമ്മൾ ബാങ്ക് എക്സാം അപ്ലൈ ചെയ്യാവുന്ന പോലെ അതിന് ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം, തമ്പ് ഇംപ്രഷൻ വേണം, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണം. ഇതൊക്കെ അപ്ലൈ ചെയ്യുക. സാധാരണ അഡ്രസ്സും ഇതൊക്കെ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്ലിക്കേഷൻ ഒന്നും കുഴപ്പമില്ല. ആൻഡ് ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ 1 ഇയർ നിങ്ങൾ ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കേണ്ടതായിട്ട് വരും അല്ലേ, ആ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 1 ഇയർ കഴിഞ്ഞ് എന്തുള്ളത് നമുക്കറിയത്തില്ല. 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഓക്കെ. അല്ല നിങ്ങൾ ബാങ്ക് എക്സാമിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ ഈ 1 ഇയർ കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും. ഓക്കെ, സോ ബാങ്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ വർക്ക് ചെയ്താലും എനിക്ക് പഠിക്കാൻ പറ്റും, അതിനുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇഷ്യൂസ് ഇല്ല. കാരണം 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. വീണ്ടും ബാങ്ക് എക്സാമിന് വരുവാണെങ്കിൽ ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല പലർക്കും. അല്ല കുഴപ്പമില്ല, ഈ 1 ഇയർ എന്തായാലും ജോലി വേണം എന്നുള്ളവർ, അല്ല വേറെ ഓപ്ഷൻ ഇപ്പോൾ എക്സാമുകളൊന്നും എഴുതുന്നില്ല എന്നുള്ളവർ പ്രശ്നമില്ല. സോ നിങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ നോട്ടിഫിക്കേഷൻ്റെ ഫർദറായിട്ട് നിങ്ങൾ വായിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ എൻട്രിയുടെ ഈ ഗോൾഡ് കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ താഴെ കാണുന്ന സ്ക്രോളിൽ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും അവർ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് നിങ്ങൾ കോഴ്സിന് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.